സോ അടുത്തത് ഒരു കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ, അശുദ്ധജലത്തിൻ്റെ സംയോജിതമായിട്ടുള്ള ഒരു ശുദ്ധീകരണം. സോ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് അടുത്ത് പറയുന്നത്. സോ വേസ്റ്റ് വാട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനറിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. സോ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് നമ്മൾ പറയുന്ന സീവേജുകൾ, ഗാർഹിക മലിനജലങ്ങൾ. സോ സീവേജ് അവിടെയൊക്കെ ഒരു ഇൻ്റഗ്രേറ്റഡ് മാനറിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. സോ അതിന് യൂട്ടിലൈസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. നാച്ചുറൽ പ്രോസസ്സുകളിലൂടെയും ആർട്ടിഫിഷ്യൽ പ്രോസസ്സുകളിലൂടെയും രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ. സോ മിക്സ്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ പ്രോസസ്സ്. അങ്ങനെ നമ്മുടെ സീവേജ് വാട്ടറിനെ ഇൻക്ലൂഡ് ചെയ്ത് സീവേജ് അടക്കമുള്ള എല്ലാ വേസ്റ്റ് വാട്ടറിനെയും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇൻ്റഗ്രേറ്റഡ് മാനർ. സോ അതാണ് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. സോ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് ഇൻ്റഗ്രേറ്റഡ് മാനറിൽ എല്ലാ വേസ്റ്റ് വാട്ടറുകളെയും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ആദ്യ സംരംഭം എന്നത് തുടങ്ങിയത് ഒരു അർക്കാട്ട എന്ന് പറഞ്ഞ ഒരു ടൗണിലാണ്. അവിടുത്തെ റെസിഡൻസ് ആണ് അത് തുടങ്ങിയത്. സോ ദ ടൗൺ ഓഫ് അർക്കാട്ട അത് എന്ന് പറയുന്നത് ഒരു സിറ്റുവേറ്റഡ് അലോങ് ദ നോർത്തേൺ കോസ്റ്റ് ഓഫ് കാലിഫോർണിയ. കാലിഫോർണിയയുടെ നോർത്തേൺ കോസ്റ്റിലുള്ള ഒരു ടൗൺ ആണ് ടൗൺ ഓഫ് അർക്കാട്ട. അവിടുത്തെ റെസിഡൻസ് ആണ് ഈ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുകൾ ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തത്. സോ അവരവിടുത്തെ ബയോളജിസ്റ്റുമായിട്ട് ഹംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബയോളജിസ്റ്റുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ അർക്കാട്ട ടൗണിലെ റെസിഡൻസ് ഒരു ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, ഇനീഷ്യേറ്റ് ചെയ്തു. അതൊരു നാച്ചുറൽ സിസ്റ്റത്തിൽ. സോ അവിടെ നടക്കുന്ന ക്ലീനിങ് 2 സ്റ്റേജിലാണ് നടന്നിരുന്നത്. ഒന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ, രണ്ടാമത് ആ കൺവെൻഷണൽ സെഡിമെൻറ്റേഷനിൽ പോവാത്ത ഇതിനെ മുഴുവൻ കോമ്പാക്റ്റ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഒരു ഇന്നോവേറ്റീവ് അപ്രോച്ചും കൊണ്ടുവന്നു. അങ്ങനെയാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുകൾ ഇൻ്റഗ്രേറ്റഡ് മാനറിൽ അവർ നടപ്പിലാക്കിയത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ടൗൺ ഓഫ് അർക്കാട്ട ടൗണിലെ റെസിഡൻസ് അതെവിടെയാണ് ഈ അർക്കാട്ട? നോർത്തേൺ കോസ്റ്റ് ഓഫ് കാലിഫോർണിയയുടെ നോർത്തേൺ കോസ്റ്റിലുള്ള ആ ടൗണാണ് അർക്കാട്ട. അവിടെ അവർ ബയോളജിസ്റ്റ്, എവിടുത്തെ ബയോളജിസ്റ്റാണ്? ഹാംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബയോളജിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അത് 2 പ്രോസസ്സുകളിലൂടെയാണ് കടന്നുപോയത്. സോ 2 സ്റ്റേജസ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കൺവെൻഷണൽ സെഡിമെൻറ്റേഷൻ, ഒരു പരമ്പരാഗതമായിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ. ആ കൺവെൻഷണൽ സെഡിമെൻറ്റേഷനിൽ നോർമൽ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഫിൽറ്ററിങ്, ക്ലോറിൻ ട്രീറ്റ്മെൻറ്റ്. സോ ക്ലോറിൻ ട്രീറ്റ്മെൻറ്റ് നടത്തുക, ഫിൽറ്റർ ചെയ്യുക, ഇങ്ങനെയായിരുന്നു കൺവെൻഷണൽ സെഡിമെൻറ്റേഷൻ ആദ്യത്തെ സ്റ്റേജിൽ നടത്തിയത്. ഈ കൺവെൻഷണൽ സെഡിമെൻറ്റേഷനിൽ ആയ ഫിൽട്രേഷൻ അതുപോലെ ക്ലോറിനേഷനിലൂടെ എന്ത് സംഭവിച്ചു? ഒരുപാട് ഈ പറഞ്ഞ പൊല്യൂട്ടൻസ് അതിൽ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആഫ്റ്റർ ദിസ് സ്റ്റേജ് ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസുകൾ, അതായത് ഡേഞ്ചറസ് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്, ഹെവി മെറ്റൽസ്, ഡിസോൾവ് ആയിട്ടുള്ള വാട്ടറിൽ സോൾബിൾ ആയിട്ടുള്ള ഹെവി മെറ്റൽസ് അവിടെ വീണ്ടും അങ്ങനെ റിമെയിൻ ആയിട്ടിരുന്നു, അവരൊന്നും റിമൂവ് ആയില്ല. സോ നോർമൽ കൺവെൻഷണൽ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജിൽ ആയ ഫിൽട്രേഷൻ ക്ലോറിൻ ട്രീറ്റ്മെൻറ്റിലൂടെ എന്ത് വെച്ചാൽ ഈ സ്റ്റേജിന് ശേഷം ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ലൈക്ക് ഹെവി മെറ്റൽസ് പോലത്തെ എങ്ങനത്തെ ഹെവി ഡിസോൾവ് ഫോമിലുള്ള ഹെവി മെറ്റൽസുകളൊക്കെ അങ്ങനെ തന്നെ സ്റ്റിൽ റിമെയിൻ ആയിട്ട് അവിടെ ഇരുന്നു, അതൊന്നും നീക്കം ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ ഈ പറഞ്ഞ കൺവെൻഷണൽ സെഡിമെൻറ്റേഷൻ ആയിട്ടുള്ള ആ സ്റ്റേജിനെ കോമ്പാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള വേറൊരു അപ്രോച്ച് കൊണ്ടുവന്നു. അതാണ് ഇന്നോവേറ്റീവ് അപ്രോച്ച്. ആ സ്റ്റേജിൽ എന്താണ് ചെയ്തത്? ബയോളജിസ്റ്റ് ഡെവലപ്ഡ് എ സീരീസ് ഓഫ് 6 കണക്റ്റഡ് മാർഷസ്. സോ ഈ ബയോളജിസ്റ്റ് എന്ത് ചെയ്തു? 6 കണക്റ്റഡ് ആയിട്ടുള്ള മാർഷസ് അവർ ക്രിയേറ്റ് ചെയ്തു. ഓവർ എത്രയാണ്? 60 ഹെക്ടർ ഓഫ് മാർഷ് ലാൻഡ്. സോ 60 ഹെക്ടർ മാർഷ് ലാൻഡിൽ എന്ത് കണക്റ്റഡ് ആയിട്ട് 6 മാർഷസോളം അവരിങ്ങനെ 60 ഹെക്ടർ ഓഫ് മാർഷ് ലാൻഡിൽ കണക്റ്റഡ് ആയിട്ട് 6 എന്ത് ചെയ്തു? കണക്റ്റഡ് മാർഷസിനെ അവർ ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ എന്ത് ചെയ്തു? പ്ലാന്റ്സ്,
ആ മാർഷസിൽ പ്ലാന്റ്സ്, ആൽഗെ അപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ വളരാൻ പാകത്തിലുള്ള പ്ലാന്റ്സ്, ബാക്ടീരിയ, ആൽഗെ അങ്ങനത്തെ തന്നെയൊക്കെ അവിടെ സീഡഡ് ചെയ്തു. സോ ഈ പറഞ്ഞ ഓർഗാനിസംസ് അവിടെ ആ ഏരിയയിൽ മാർഷ്ലാൻഡിൽ ഉണ്ടായിരുന്ന ഈ ഓർഗാനിസംസ് കാരണം വിച്ച് ന്യൂട്രലൈസ്, അബ്സോർബ്, എസിമുലേറ്റ് ദ പൊല്യൂട്ടൻസ്, അവിടെ റിമൂവ് ആവാതിരുന്ന പൊല്യൂട്ടൻസിനെയൊക്കെ ഈ പറഞ്ഞ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? പ്ലാന്റ്സ്, ആൽഗെ, ഫംഗൈ, ബാക്ടീരിയ, അവരൊക്കെ അതിനെ ന്യൂട്രലൈസ് ചെയ്തു. ഈ പൊല്യൂട്ടൻസിൻ്റെ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തു, അബ്സോർബ് ചെയ്തു, എസിമുലേറ്റ് ചെയ്തു. അങ്ങനെ ആ പൊല്യൂട്ടൻസിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടായി. സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാർഷസ്, ഇതിലൂടെ ഈ മാർഷ്ലാൻഡിലൂടെ അല്ലെങ്കിൽ മാർഷസിലൂടെ വെള്ളം ഇങ്ങനെ പോകുന്നോറും, ഹെൻസ് ആസ് എ വാട്ടർ ഫ്ലോസ് ത്രൂ ദ മാർഷസ്, ഈ മാർഷസിലൂടെ വെള്ളം ഒഴുകും തോറും, ഫ്ലോ ചെയ്യുന്തോറും അവിടെയുള്ള എല്ലാ പൊല്യൂട്ടൻസും പ്യൂരിഫൈഡ് ആയിട്ട് ഇറ്റ് ഗെറ്റ്സ് പ്യൂരിഫൈഡ് നാച്ചുറലി ആ മാർഷസ് അല്ലെങ്കിൽ ആ വാട്ടർ പ്യൂരിഫൈഡ് ആവാൻ തുടങ്ങി. സോ ഈ മാർഷസിൽ വേറെ പ്രത്യേകത, അവിടെ ഒരുപാട് സാങ്ച്വറി, ബയോഡൈവേഴ്സിറ്റികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ വൈൽഡ് ലൈഫ് സാങ്ച്വറികളൊക്കെ അവിടെ ക്രിയേറ്റഡ് ആയി. ആ ബയോഡൈവേഴ്സിറ്റിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫിഷ്, അനിമൽ, ബേർഡ്സുകളൊക്കെ അവിടെ ഇപ്പോൾ അവിടുത്തെ റെസിഡൻസുകളാണ്. ഈ പറഞ്ഞ മാർഷ്ലാൻഡിൽ ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും ഇൻ ദ ഫോം ഓഫ് ഫിഷ്, അനിമൽസ് ആൻഡ് ബേർഡ്സ്. അങ്ങനെ അവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെ ക്രിയേറ്റഡ് ആയി. സോ ഇതുപോലത്തെ ഈ അർക്കാട്ട ടൗണിലെ അവിടുത്തെ ആ റെസിഡൻസ് ഒക്കെ കൂടിയിട്ട് ഒരു അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റിസൺ ഗ്രൂപ്പ് ഓഫ് അർക്കാട്ട എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഫോം. സിറ്റിസൺ ഗ്രൂപ്പ് ഓഫ് അർക്കാട്ട എന്ന് ഫോം. ഫോമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്. ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്. ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്. സോ അർക്കാട്ട മാർഷ് ആർക്കാട്ട ടൗണിലെ അതിൻ്റെ ആ ഫ്രണ്ട്സ് ഒരു സിറ്റിസൺ ഗ്രൂപ്പ് അവർ ഇങ്ങനൊരു ഇത് ക്രിയേറ്റ് ചെയ്ത് അത് വഴി എന്താണ് ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതിനെ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സംരക്ഷിക്കാനും അതിനെ സേഫ് ഗാർഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഈ വണ്ടർഫുള്ളായിട്ടുള്ള പ്രോജക്റ്റിനെ അവർ ഈ ഫോം എന്ന് പറഞ്ഞ സിറ്റിസൺസ് ഓഫ് ഒരു ഗ്രൂപ്പാണ് ഈ ഫോം എന്ന് പറയുന്നത്, ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്. സോ അർക്കാട്ട മാർഷിലെ ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ സിറ്റിസൺ ഗ്രൂപ്പ് ഈ പറഞ്ഞ വണ്ടർഫുള്ളായിട്ടുള്ള ഈ പ്രോജക്റ്റിനെ അവരങ്ങനെ തന്നെ സേഫ് ഗാർഡ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നു. സോ ഇപ്പോൾ ഒരുപാട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വലിയൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന്. ഇപ്പോഴും അത് നല്ല ഭംഗിയായിട്ട് അവിടെ നടന്നു പോകുന്നു. സോ എന്താണ് അവിടെ നിന്ന് 2 സ്റ്റേജുകളിലൂടെയാണ് ഇവർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. ആദ്യത്തെ മെത്തേഡ് കൺവെൻഷനൽ ആയിട്ടുള്ള സെഡിമെൻറ്റേഷനാണ്. അവിടെ ഫിൽട്രേഷനും ക്ലോറിനേഷനുമാണ് നടന്നത്. എന്നിരുന്നാലും ആ സ്റ്റേജിന് ശേഷം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസോൾവ് ആയിട്ടുള്ള ഹെവി മെറ്റൽസ് പോലത്തെ പൊല്യൂട്ടൻസ് ഒക്കെ വീണ്ടും അവിടെ തന്നെ ഇരുന്നു, അത് റിമൂവ്ഡ് ആയില്ല. സോ അതിനെ മറികടക്കാനായിട്ട് രണ്ടാമതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് കൊണ്ടുവന്നു. ആ ഇന്നോവേറ്റീവ് സ്റ്റേജസിൽ എന്താ ചെയ്തത്, ഈ ബയോളജിസ്റ്റൊക്കെ ഒരു 6 കണക്റ്റഡ് ആയിട്ടുള്ള മാർഷുകളെ അവർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 60 ഹെക്ടർ മാർഷ് ലാൻഡിൽ 6 കണക്റ്റഡ് ഓഫ് മാർഷസിന് ഒരുപാട് അവിടെ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഒരുപാട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ, അതുപോലെ ആൽഗെ പോലത്തെ ഓർഗാനിസംസിനെ അവരവിടെ സീഡഡ് ചെയ്തു. സോ ആ ഓർഗാനിസംസ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഹെവി മെറ്റൽസ് പോലെ ഡിസോൾവ് ആയിട്ടുള്ള ആ ടോക്സിക് ആയിട്ടുള്ള ആ പൊല്യൂട്ടൻസിനെയൊക്കെ ഇവർ അബ്സോർബ് ചെയ്തു, ന്യൂട്രലൈസ് ചെയ്തു, എസിമുലേറ്റ് ചെയ്തു. അങ്ങനെ ആ വാട്ടർ ആ മാർഷ് ലാൻഡിലൂടെ പോകുന്തോറും വാട്ടർ ഗെറ്റ്സ് പ്യൂരിഫൈഡ്. അങ്ങനെ ഈ പറഞ്ഞ ആ മാർഷ് ലാൻഡിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെ ക്രിയേറ്റഡ് ആയി. ഇപ്പോൾ ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഉള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഫിഷ്, അനിമൽസ്, ബേർഡ്സിൻ്റെ ഒക്കെ ഒരു ബയോഡൈവേഴ്സിറ്റി തന്നെ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും. അങ്ങനെ ആ സിറ്റിസൺ ഗ്രൂപ്പ് ഓഫ് ഫോം എന്താണ് പറഞ്ഞത്, ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്. സോ ആ ഫോം എന്ന് പറഞ്ഞ ആ സിറ്റിസൺ ഗ്രൂപ്പുകളാണ് ഈ പറഞ്ഞ വണ്ടർഫുൾ പ്രോജക്റ്റിനെ സംരക്ഷിച്ച് സേഫ് ഗാർഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുകൾ വളരെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റുകൾ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വാട്ടർ വേണമെന്ന് അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഒരു ചിന്തയായിരുന്നു. സോ ഓൾ ദീസ് ടൈം നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്, നമ്മൾ ചിന്തിച്ചിരുന്നത് എന്താണ്, വേസ്റ്റുകൾ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക്
ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമാണ്. സോ അതിനെയാണ് ക്രിയേഷൻ ഓഫ് സീവേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് വേറെ തരത്തിലൊന്ന് ചിന്തിക്കാനായിട്ട്, നമുക്ക് ആവശ്യത്തിന് വാട്ടർ ഇല്ലെങ്കിൽ ഈ ഹ്യൂമൻ വേസ്റ്റ് ലൈക്ക് എക്സ്ക്രീറ്റുകളെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒരു വട്ടം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആ ഫ്ലഷ് ടാങ്കിൽ എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെന്ന്. സോ ക്യാൻ യു ഇമാജിൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വൺ ക്യാൻ സേവ് ഇഫ് വൺ ഡിഡിൻ ഹാവ് ടു ഫ്ലഷ് ദ ടോയ്ലറ്റ്? സോ ഒരു വട്ടം ഫ്ലഷ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ എത്രമാത്രം വാട്ടർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ടോയ്ലറ്റിൽ എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഇപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. സോ അതെങ്ങനെ ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അതൊരു റിയാലിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ സാനിറ്റേഷൻ, പരിസ്ഥിത ശുചീകരണം. സോ പരിസ്ഥിതി ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട്, ഇക്കോളജിക്കൽ സാനിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു എന്നെന്നും നിലനിൽക്കുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റേനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്. സോ ഹ്യൂമൻ എക്സ്ക്രീറ്റേനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് യൂസിങ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്. വെള്ളത്തിൻ്റെ ആവശ്യം പരമാവധി കുറച്ചുകൊണ്ട് കമ്പോസ്റ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളമില്ലാതെ തന്നെ ഈ ടോയ്ലറ്റിലെ ഈ പറഞ്ഞ വേസ്റ്റുകളെ കമ്പോസ്റ്റ് ചെയ്യുക. അതാണ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടിക്കലാണ്, ഹൈജീനിക്കാണ്, എഫിഷ്യൻ്റാണ്. അതുമാത്രമല്ല കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ കൂടിയാണ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ. സോ ഹ്യൂമൻ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രാക്ടിക്കലായിട്ടുള്ള, ഹൈജീനിക് ആയിട്ടുള്ള, ഇഫക്റ്റീവായിട്ടുള്ള, കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ പറഞ്ഞ ഇക്കോളജിക്കൽ സാനിറ്റേഷൻ യൂസിങ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്. സോ ഈ കമ്പോസ്റ്റിംഗ് മെത്തേഡിലൂടെ ഹ്യൂമൻ എക്സ്ക്രീറ്റേനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഒരു റിസോഴ്സാക്കി മാറ്റിയെടുക്കാം. ഹ്യൂമൻ എക്സ്ക്രീറ്റേനെ റീസൈക്കിൾ ചെയ്ത് ഒരു റിസോഴ്സ്, എന്ത് റിസോഴ്സ്? ഈ റിസോഴ്സ് എന്തായിട്ട് മാറും? ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറായിട്ട് മാറ്റാൻ പറ്റും. സോ ഹ്യൂമൻ എക്സ്ക്രീറ്റേനെ കൂടെ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാക്കി നമുക്ക് മാറ്റി റീസൈക്കിൾ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഡ്രൈ കമ്പോസ്റ്റിംഗ് മെത്തേഡിലൂടെ സാധിക്കും. അതുവഴി നമുക്ക് എന്താ, കെമിക്കൽ ഫെർട്ടിലൈസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ നമ്മളിപ്പോൾ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളയിലും ശ്രീലങ്കയിലൊക്കെ ഒരുപാട് ഇക്കോസാൻ ടോയ്ലറ്റുകൾ ഒരുപാട്. സോ കേരള ശ്രീലങ്കയിലൊക്കെ ഇക്കോസാൻ ടോയ്ലറ്റ് കേരള ശ്രീലങ്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കാണപ്പെടുന്നു. സോ ഈ പറഞ്ഞ വാട്ടറിനെ പരമാവധി കൺസേർവ് ചെയ്തുകൊണ്ട്, വേസ്റ്റ് വാട്ടറുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജലത്തിനെ സംരക്ഷിക്കാവുന്നതാണ്.